ഹലോ ഗൈസ്, നമുക്ക് ഹോം മെയ്ഡായിട്ട് ഈസി ആയിട്ടൊരു കൊഞ്ച് ബിരിയാണി ഉണ്ടാക്കിയെടുത്താലോ? ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള കൊഞ്ച് കഴുകി നല്ല വൃത്തിയാക്കിയെടുത്ത് ഒരു 10-12 ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും 7-8 വെളുത്തുള്ളി 2 പച്ചമുളകും അരിഞ്ഞെടുത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ടുകളായി 2 സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി മിക്സ് ചെയ്തൊഴിച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ആവശ്യത്തിന് കൈവെള്ളവും ഒഴിച്ച് നമുക്ക് നന്നായി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മിക്സ് ചെയ്തെടുത്ത് വെച്ച് കൊഞ്ച് അരമണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം മസാല നന്നായി പിടിക്കാനായി. ഇനി അടുപ്പിലേക്കൊരു പാൻ വെച്ച് അത് നന്നായി ചൂടാകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് മസാല പുരട്ടി വെച്ചേക്കുന്ന കൊഞ്ച് ഓരോന്നായി നമുക്കിതിലേക്ക് ഇട്ട് അടച്ച് വെച്ച് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചിടാനും മറക്കരുത് കേട്ടോ. കൊഞ്ച് ഫ്രൈ ആയി വരുന്ന ഈ ഒരു ടൈം നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു പാത്രത്തിലേക്ക് വെള്ളമെടുത്ത് അതിലേക്ക് നമ്മുടെ ഗരം മസാല കൂട്ടുകളായ കുരുമുളക് പൊടി, ജീരകപ്പൊടി, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് അരമുറി നാരങ്ങ നീരും ചോറിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് ഈ വെള്ളം നന്നായി തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കൊഞ്ച് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതുപോലെ നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കൊഞ്ച് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊഞ്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമ്മുടെ കൊഞ്ച് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി കൊഞ്ച് ഫ്രൈ ചെയ്ത അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴണ്ട് വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ട് വരുന്ന ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നേരത്തെ നമ്മൾ അടുപ്പിൽ വെച്ച് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ടായിരിക്കും. ക്യാരറ്റും ബീൻസും ഇഷ്ടമുള്ളവർ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുത്ത് നമ്മുടെ അരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇനി നന്നായി വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതിലേക്കിട്ട് വീണ്ടും നന്നായി നമുക്ക് വഴറ്റിയെടുത്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഗരം മസാലപ്പൊടി, ജീരകപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 10-12 അണ്ടിപ്പരിപ്പ് എടുത്ത് മിക്സിയിലിട്ട് ഇതുപോലെ നന്നായി പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കാം. ഇപ്പോഴത്തേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെയും വേവിനനുസരിച്ച് ചോറ് നോക്കുക. നമ്മുടെ ഉള്ളി ഈ ഒരു പരുവത്തിൽ റെഡി ആകുമ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ച് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് നന്നായി ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വെള്ളവും നേരത്തെ കൊഞ്ചിൻ്റെ അരപ്പ് പുരട്ടിയതിൻ്റെ ഗ്രേവിയും ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഇതൊന്ന് കുറുകി വരുന്നിടം വരെ അടച്ച് വെച്ച് കുറച്ച് നേരം ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഉള്ളിയും കൊഞ്ചും കുറുകി ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്തെടുത്ത അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതും നന്നായി കുറുകി വരണം കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് ഇതും നന്നായി അടച്ച് വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ദേ ഈ ഒരു പരുവമാകും. ഇതിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യിലേക്ക് നമ്മുടെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും നമ്മുടെ റൈസും നമ്മുടെ കൊഞ്ചിൻ്റെ ഗ്രേവിയും എല്ലാം ഇട്ട് ഒരു ലെയർ പോലെ റിപ്പീറ്റ് ചെയ്ത് കുറച്ച് നെയ്യും ഒഴിച്ച് ഈ ഒരു ലെയർ ഈ പാത്രം ഫില്ലാവുന്നത് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേക്കും ചോറിലെ എല്ലാ ഭാഗത്തും നമ്മുടെ കൊഞ്ചിൻ്റെ ഗ്രേവി പിടിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൊഞ്ചിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് ബിരിയാണി ദേ ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേണമെങ്കിൽ കുറച്ച് നേരം കൂടെ 1 മിനിറ്റോ ഒരു 1.5 മിനിറ്റ് മാക്സിമം നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കുക കൂടെ ചെയ്യാം. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള കൊഞ്ച് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.